ഈ സ്ഥലം കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ എവിടെ ആയിരിക്കുമെന്ന്. നമ്മൾ വാഗമൺ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഏകദേശം അങ്ങോട്ട് പോകുന്ന വഴി എല്ലാവരും തന്നെ വണ്ടി നിർത്തി അവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പതുക്കെ വാഗമണിലേക്ക് കയറുന്നത്. നമ്മൾ സൺഡേ ആയിട്ട് വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ ഇലവീഴാപ്പൂഞ്ചിറ പോകാനായിട്ടിരുന്നതാണ്. പക്ഷേ സമയവും സാഹചര്യവും ഒത്തു കിട്ടിയില്ല. പിന്നെ നേരെ വാഗമണ്ണിൽ ഞങ്ങൾ വിട്ടു. 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ഓർത്താ, പക്ഷേ ഒന്നും നടന്നില്ല. പിള്ളേരൊക്കെ ഉള്ള കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 2:30 സമയമായി. എല്ലാം ഒന്നും എന്നാളിലും കാണത്തില്ല എന്ന് ഉറപ്പിച്ച് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നാലരയായപ്പോൾ നമ്മൾ വാഗമണ്ണിലെത്തി. വണ്ടി പാർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. സൺഡേ ആയ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് വാഗമണ്ണ് പോകാനായിട്ട് ഞങ്ങൾ 3 പേര് മാത്രമല്ല, അമ്മയുണ്ട്, നമ്മുടെ കടയിൽ വർക്ക് ചെയ്യുന്ന ബായിയുണ്ട്, ബായിയുടെ വൈഫുണ്ട്. ബായിയുടെ വൈഫും ഞങ്ങൾ ഈ ചെറിയ റൂട്ടുകളിലൊക്കെ പോകാറുള്ളപ്പം വരുന്നതാണ് സൺഡേകളിലൊക്കെ. വാഗമണ്ണ് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോകുന്നത് 2022, അതായത് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ സമയത്ത്. അന്ന് ഇത്രയും കടകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം നല്ല ഒരുപാട് കടകളായി. പിന്നെ സാറ്റർഡേ സൺഡേ നല്ല തിരക്കുണ്ട്. പിന്നെ പൈൻ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ പാസ് ആയിട്ടുണ്ട്, പാസ് എടുക്കണം. അങ്ങനെ എടുക്കുന്നതിന് എത്ര രൂപയാണ്? ഇപ്പം ടൈം ഏകദേശം 5 മണി ആറായിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ. നല്ല തണുപ്പുണ്ട്. നമ്മൾ പൊൻകുന്നത്തു നിന്നും ഈ രാറ്റുപേട്ടന്നൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് ഹൈ റേഞ്ച് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേന് ഉള്ള തണുപ്പിനേക്കാളും നല്ലൊരു തണുപ്പുണ്ട് പൈൻ ഫോറസ്റ്റിനകത്ത്. ആൾക്കാർ മെയിനായിട്ട് പണ്ടത്തെ പോലെ നടന്ന് എൻ്റെയൊക്കെ കൊച്ചിലെ ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോഴത്തേനും മുകളിൽ നിന്ന് ഊർന്ന് താഴേക്കൊക്കെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഫോണൊക്കെ ആയിട്ട് കയറും, സെൽഫി എടുക്കും, റീൽസ് ഷൂട്ട് ചെയ്യും. ഇതൊക്കെ തന്നെ പരിപാടി. ഇത് നമ്മൾ ആൾക്കാരൊന്നും തട്ടിയിട്ടൊന്നുമല്ല, കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ട്. അപ്പോൾ അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിയുമ്പോഴത്തേന് അവർ വന്ന് തട്ടിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് താഴെ വീണതാണ്. ഇത് നമ്മുടെ ചെറുക്കടയിലുള്ളൊരു ചേച്ചിയാണ്. ചേച്ചി ഇപ്പം മഞ്ജു എന്ന പേര്. ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ പാസ് സെക്ഷനിലാണ്. ആ ചേച്ചി ഉള്ള കാരണം നമുക്ക് അകത്തേക്ക് പ്രവേശനം ഫീസ് ഇല്ലാതെ തന്നെ നടന്നു. ഇനിയിപ്പോൾ പൊന്നുവിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിന് കാണുന്ന സാധനങ്ങളെല്ലാം, സകലമാന സാധനങ്ങളും വേണം 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 വേണമെന്നാണ് പറയുന്നത്. പോകുന്ന വഴി ചോക്ലേറ്റ് കട കണ്ടു. അത് അവിടെ നിന്ന് വില ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നല്ല വിലയാണ്. അപ്പം ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. പുറത്ത് വന്നു. ഞങ്ങൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. ആ സമയത്ത് പൊന്നു ചോക്ലേറ്റൊക്കെ അവിടെ നിന്ന് തപ്പുന്നുണ്ട്. വലിയ പൊന്നു ഒരു ചെറിയൊരു ചോക്ലേറ്റ് എടുത്തു. വലുതെടുത്ത്. ഞാൻ പറഞ്ഞു ചെറുതെടുത്താൽ മതി എന്ന് പറഞ്ഞു. നല്ലതാണോ ഇല്ലെന്ന് അറിയത്തില്ല, കാരണം ചെറിയൊരു പാക്കറ്റ് നമ്മൾ എടുത്തു. പൈൻ ഫോറസ്റ്റിൽ നമ്മൾ ഒരു 5:45 കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങി. നമ്മൾ പിന്നെ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞ് ആക്ടിവിറ്റി ചെയ്യുന്നൊരു സ്ഥലത്തെത്തി. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേന് അത് ക്ലോസ് ചെയ്തു. പിന്നെ മൊട്ടക്കുന്നിലേക്ക് പോയിട്ടും കാര്യമില്ല. മൊട്ടക്കുന്നും 5:30 6 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും മൊട്ടക്കുന്നും ആൾക്കാർക്ക് പ്രവേശനം ഇല്ല. പിന്നെ
സിപ്പ് ലൈൻ്റെ അവിടെ നമ്മൾ പൊന്നുമൊക്കെ അകത്തേക്ക് കയറിപ്പോയി. ഓപ്പൺ ആണോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. അതിനിടയ്ക്ക് നമ്മുടെ ചെറിയ പയ്യന് വിശന്നു. അപ്പോൾ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ പതിയെ അങ്ങോട്ട് അകത്തോട്ട് കയറി. എന്തായാലും പ്രവേശനമുണ്ട്, പക്ഷേ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റത്തില്ല. ഈ സിപ്പ് ലൈന് അവർ പറഞ്ഞതനുസരിച്ചിട്ട് വാഗമണ്ണിലെ നല്ല നീളം കൂടിയതും അത്യാവശ്യം പൊക്കമുള്ളതുമായ സിപ്പ് ലൈനാണെന്നാണ് പറഞ്ഞത്. കാരണം ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് നമ്മൾ നടന്നു പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് നമ്മളെ ഇറക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഒത്തിരി നടന്നൊന്നും നമ്മൾ വരണ്ട. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ രജു? സംഭവങ്ങളൊക്കെ ഉണ്ട്. ആക്ടിവിറ്റീസിനൊന്നും എന്നാലും കയറാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം 6:15 കഴിഞ്ഞോ സമയം. പിന്നെ നമുക്ക് തിരിച്ചിറങ്ങണമല്ലോ. അവിടുന്ന് ഒരു 1.5 മണിക്കൂർ എടുത്ത് വേണം വീട്ടിലേക്ക്. വൈകിട്ട് വരുമ്പോൾ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ 6:30 ആയപ്പോഴത്തേന് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പതുക്കെ അവിടുത്തെ ചലിച്ചു.